സാറ് പറഞ്ഞു അനുഭവങ്ങളിൽ നിന്നാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കണ്ടറിഞ്ഞു അനുഭവിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു. ആർത്തവത്തിൻ്റെതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തായാലും സാറ് അനുഭവിച്ചറിയാനൊരു വഴിയില്ല. അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് എങ്ങനെയാണ്? കാരണം ഞാൻ സിനിമ കണ്ടപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ സമൂഹത്തിൽ നിന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സുഹൃത്തുക്കളോട് ചോദിച്ചു, അവർക്കും പലർക്കും ഇതറിയില്ല. പിന്നെ അന്വേഷിച്ച് വന്നപ്പോൾ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ചില വീടുകളിൽ മാത്രമാണ് ഇപ്പോഴും അതൊക്കെ പിന്തുടരുന്നത് മനസ്സിലാക്കാൻ പറ്റി. അപ്പം അങ്ങനെ ഒരു വലിയ സിനിമയുടെ ഒരു വലിയ സ്കെയിലിലേക്ക് ഈ ഒരു ഇഷ്യൂവിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ മൈനോറിറ്റി ആണെങ്കിൽ പോലും മാറ്റപ്പെടേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് സാർ അതിനുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അല്ലാതെ എങ്ങനെയാണ് സാറിന് കിട്ടുന്നത്? ഭയങ്കര മൈനോറിറ്റി ആണെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ ഏരിയയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് റിസർച്ച് എന്ന് പറയുന്നത്. അതാ പറയാം. ഇപ്പം അത് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകൾക്കും റിസർച്ച് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. സിനിമകൾക്ക് തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ റിസർച്ച് ഭംഗിയായി ചെയ്യും. ഒന്ന്, എൻ്റെ പാർട്ണർ ബീന മലപ്പുറം ജില്ലയിലൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. അവരുടെ വീടുകളിൽ പോകുമ്പോൾ മീൻസ് മാറി ഒരു മുറിക്കകത്ത് പോയി അടച്ചു കൂട്ടിയിരിക്കുക എന്നുള്ളതല്ല, അലമാര തുറക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എനിക്കിത് മനസ്സിലാകാത്തപ്പോൾ ഞാൻ ബീനയുടെ അടുത്ത് ചോദിച്ചു, എന്താ ഈ സംഭവം? ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടിൻ്റെ ഭയാനകമായ വേർഷൻസ് നമ്മൾ അന്വേഷിച്ചപ്പോൾ തന്നെ കിട്ടി. അപ്പോൾ 30 വയസ്സുള്ള എൻ്റെ ഒരു സുഹൃത്ത് സ്ത്രീ, അവൾ പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ അടുക്കള കയറാൻ പറ്റാതെ അടച്ചുപൂട്ടിയിരിക്കുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള മറ്റേ നാലുകെട്ടൊന്നും ഇല്ലാത്ത ഇപ്പോഴത്തെ കണ്ടംപററി വീട്ടിലും ഇരിപ്പുണ്ട്. ഇനി മാലയിടുന്ന സമയത്ത് കേരളത്തിലെ വീടുകൾ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അത് മൈനോറിറ്റി അല്ല, മെജോറിറ്റി തന്നെയാണ്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇറങ്ങിയ സമയത്ത് ഇതേ ചോദ്യം കമൻറ്റുകളായി വന്നു, ഇത് 70കളിലെ കേരളമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് 20, 25, 15, 18, 19 ഒക്കെ വയസ്സുള്ള പെൺകുട്ടികൾ വന്നിട്ട് ഇത് ഇന്നത്തെ കേരളമാണെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതിനുള്ള കമൻറ്റൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും നമ്പർ ഓഫ് പെൺപിള്ളേർ വന്ന് ഇതെൻ്റെ വീട്ടിലെ കഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മൈനോറിറ്റി ആയിരുന്നെങ്കിൽ ഞാൻ 2021 ഷൂട്ട് ചെയ്യത്തില്ല, എനിക്ക് 100% ഉറപ്പുണ്ട്. എന്നാൽ അതിനനുസരിച്ച് എല്ലാ വീടുകളിലെയും കഥയാണെന്നല്ല, ഇത്തരം വീടുകൾ ഒരുപാടുണ്ട്. വടക്കോട്ട് പോകുന്തോറും ഇത്തരം ആചാരങ്ങളുടെ ഒരു പവർ അല്ലെങ്കിൽ അത് കൂടി വരുന്നുണ്ട്. അതുണ്ട്. ഇന്നലെ ഞാൻ ചെങ്ങന്നൂർ ഒരു കോളേജിൽ പോയപ്പോൾ അവിടുത്തെ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. അവരുടെ വീടുകൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ അതേ വീടുകൾ തന്നെയാണ് എന്നുള്ളത്.